അതെ, ഞാനും ഒരു കലാകാരിയാണ്. കേശു പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല. അതെ അതെ. അല്ല കേശു ഇവിടില്ലേ? അവൻ മുട്ട മേടിക്കാൻ വേണ്ടി കടയിൽ പോയേക്കുവാ. കൊറേ നേരം ആയി പോയിട്ട്. അല്ല, മോൻ കോളേജിൽ സമരം ആയതുകൊണ്ട് വന്നതാ? അതെ അതെ അതെ. എന്തിനാ സമരം? അതെ, എന്തിനാ സമരം? അത് ഞങ്ങളോടാണ് ചോദിക്കുന്നേ. എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ പഠിക്കുന്ന വെച്ചാ ഞാൻ ഇടപെടാറൊന്നുമില്ല. ആ വേണ്ട, കേശു വന്നല്ലോ. എപ്പ വന്ന്? ഞാൻ ജസ്റ്റ് വന്നേ ഉള്ളൂ. എടാ കേശു, നിന്റെ ഫ്രണ്ട് കൊള്ളാം, നല്ല അസലായിട്ട് പാട്ട് പാടുന്നുണ്ട്. ആ മുമ്മ പാടൂന്നോ? ആൾക്കാരെ പാടിച്ചു വീഴ്ത്താൻ മിടുക്കനല്ലേ? അതെ മുമ്മേ, ഞാൻ പാടിയ പലരും വീഴും. അതെ, ബുദ്ധിയില്ലാത്തവർ. ബുദ്ധിയില്ലാത്തവരാണല്ലോ കൂടെ ഉള്ളത്. രണ്ടിനും എന്തിനാണ് പ്രശ്നം? നിർത്ത്. അമ്മൂമ്മ പരിചയപ്പെട്ട് കാണുമല്ലോ അല്ലേ? പരിചയപ്പെട്ട്. ഫ്രണ്ടാ? എങ്ങനെയോ എന്താ. അമ്മൂമ്മ മുട്ടയുണ്ട്, കൊണ്ട് പൊരിക്കോ പുഴുങ്ങി തിന്നോ, എന്താന്ന് വെച്ചാ അയക്കോ. അപ്പൊ നിനക്ക് വേണ്ടേ? ഞാൻ വന്ന് മേടിച്ചോളാം. டே கேசு, உங்க ஃப்ரெண்ட் சூப்பரா தமிழ் பாட்டெல்லாம் பாடுறான்டா. டேய், இவங்க மத்தியானத்துக்கு சாப்பிடுறதுக்கு இருப்பாங்கல்ல? அப்படின்னா நான் ஏதாவது ஸ்பெஷல் பண்றேன். സ്പെഷ്യൽ പണിക്കോ? രണ്ടെണ്ണം ഒരു കുഴപ്പവും പറ്റിയില്ലെങ്കിൽ ഇറക്കും. ചെല്ലി സ്പെഷ്യൽ പണ്ണ് പക്കോ. வாங்கம்மா. പറ, ശരിക്കും എന്തിനാണ് നിങ്ങളുടെ പ്രശ്നം? കേശോ, ഇത് ശരിയാവൂല കേട്ടോ. എടാ, ഞാൻ ഇവനായിട്ട് റിലേഷൻഷിപ്പിലായ പിന്നെ എനിക്ക് ഒരു ഫ്രണ്ട്സ് പോലുമില്ല. ഇവനാണെങ്കിൽ കുറെ ഫ്രണ്ട്സും. എനിക്കിപ്പോ ഫ്രണ്ട്സ് ഉള്ളതാണ് നിങ്ങൾക്ക് പ്രശ്നം? എടാ, ഫ്രണ്ട്സ് ഉള്ളൊന്നും പ്രശ്നമൊന്നുമല്ല. ഞാൻ വേണമെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ വേണ്ടാന്ന് നോക്കാം. പക്ഷെ ഇവനെ മനസ്സിലാക്കണ്ടേ? എന്താ മനസ്സിലാക്കാത്ത? മനസ്സിലാവാത്തോണ്ട്. ആ, ഇങ്ങനെ മനസ്സിലാവാനാണ്. നല്ല മനസ്സുണ്ടെങ്കിലാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല മനസ്സിലാത്തതാണോ മലമണി PS ഈ നീരവനെ പ്രണയിച്ചത്? നിന്റെ ഇടയിൽ കൂടെ നീ മറ്റേ നാടകം കൊണ്ട് വരല്ലേ കേട്ടോ. ഞാൻ വെല്ലം വിളിച്ചാൻ പറഞ്ഞു. രണ്ടുപേരത്തും കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അലമ്പ് വേണ്ട, വളരെ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറ. എടാ കേശു, ഞാൻ ഇവന്റെ അടുത്ത് ആകെ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടുള്ളൂ. ഒരിച്ച സമയം എനിക്ക് വേണ്ടി മാറ്റിയേക്കാൻ. അതിന് ഇവനെ എന്താണ് വിളിച്ചെന്നറിയാവാ? സൈക്കോന്ന്. എടാ, എന്നെ കണ്ട സൈക്കോ പോലെ ഉണ്ടോ? ഞാൻ സൈക്കോണാ? എന്ത് കണ്ടാന്ന്? നീ എന്താണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്? ഇവനാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്, ഒരു കാര്യമില്ലാണ്ട്. ഇപ്പൊ തന്നെ പറയണണ്ട എന്നെ. ഇവൻ എപ്പോഴും ഇങ്ങനെയാണ്, എന്നെ പറ്റി എല്ലാവരുടെ അടുത്തും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ അത്യാവശ്യം കൂടുതല് പ്രേമവും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. നീ നിന്റെയൊക്കെ കൊണ്ട് ഇവിടെ എടുക്കണില്ല. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ രണ്ടിനെ ചവിട്ടി ഞാൻ പുറത്താക്കി. ഞാൻ കേട്ടല്ല, ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ സൈക്കോന്നല്ലേ പറഞ്ഞേ? ആ, അകത്തോട്ട് പോയില്ലെങ്കിലേ അകത്ത് വേറെ 2 സൈക്കോളുണ്ട്. ഇപ്പൊ ഇവിടുന്ന് അകത്തോട്ട് പോയത് ഇറങ്ങി ഇങ്ങോട്ട് വരും. പിന്നെ പൂന്ന് വിളയാട്ടമായിരിക്കും. ബാ, മുട്ട പൊരിച്ചു വെച്ചേക്കണ, നീ ഫോൺ എടുക്കൂല. അതൊരു കാര്യമില്ലാതെ എന്നെ കുറിച്ച് അവനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ നീ എന്നെ കുറിച്ച് എന്തിനാണ് അവന്റെ അടുത്ത് കുറ്റം പറയുന്നത്? അവനാ നടാ. നീ പോ. ഇനി നീ പോ. என்ன இது, எல்லாரும் பேசாம இருக்கீங்க? பேசாம പറ്റിയൊരു അവസ്ഥ എല്ലാത്തുണ്ടാ. കുറച്ച് കഴിയുമ്പോ പേസും. அது என்னடா பேசுறதுக்கு டைமா? நீரவ், எனக்கு உன்னோட பாட்டு ரொம்ப பிடிச்சது. ஒரு பாட்டு பாடி தரியா? പിന്നെന്താ? കണ്ണേ നിർത്ത്. പാട്ട് പാടി കൊടുക്കാനെ? അതെ, ഇപ്പൊ അവന് പാട്ട് പാടാനുള്ള സമയമൊന്നുമില്ല. പിന്നെ പാടിത്തരും. என்னடா அவன் பாட ஆரம்பிச்சான்ல, മറ്റേ തൊണ്ടയ്ക്ക് പ്രശ്നം. പിന്നെ പാടിക്കോളൂ. சரி.
ஜூஸ் குடிங்க. அப்புறம் பாடி தரணும், நான் வருவேன். ഉറപ്പായിട്ടും. പാവം ആന്റി, എന്റെ പാട്ട് കേൾക്കാൻ എന്റെ സങ്കടം ആയിക്കണം. നീ ഇവിടെ പാട്ടുണ്ടാക്കാൻ വന്നെയാണ്. ആ ദേ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കൂ. അതെ കേശു, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേശു, എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞെങ്കിൽ പ്രശ്നം കഴിഞ്ഞില്ലല്ലേ? എടോ, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് എളുപ്പം പിടിച്ച പരിപാടിയല്ല. അല്ല, അത് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. എനിക്കെല്ലാം മനസ്സിലാവും. ഞാൻ എന്റെ ബുദ്ധി ഇല്ലാത്ത ആളാണോ? അതിന് റിലേഷൻഷിപ്പും ബുദ്ധിയും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധമില്ല. ബുദ്ധിയൊന്നും വേണ്ട ഇനി. ഇതിന് നല്ല ബെസ്റ്റ് ഒരു സൊല്യൂഷൻ ഞാൻ പറയട്ടാ. പക്കയാണ്. രണ്ടുപേർക്കും ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങ് ബ്രേക്കപ്പ് ആവുക. രണ്ട് വഴിക്ക് അങ്ങ് പോവാ. കുറച്ച് സ്വസ്ഥത കിട്ടുമല്ലോ എനിക്ക്.